ലേബർ കോഡ് നടപ്പാക്കണമെന്ന ശക്തമായ നിലപാടിലാണ് കേന്ദ്ര സർക്കാരെന്നും ഇതിനെതിരെ യോജിച്ച പോരാട്ടം അനിവാര്യമാണെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. CPIM നേതാവായിരുന്ന കാസിം അനുസ്മരണം ശാസ്താംകോട്ടയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കശുവണ്ടി തൊഴിലാളികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ എൻഡോമെന്റുകളും വിതരണം ചെയ്തു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കാശി വർക്കേഴ്സ് സെന്റർ CITUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കൺട്രോൾ കമ്മീഷൻ അംഗവുമായിരുന്ന കാസിം അനുസ്മരണമാണ് ശാസ്താംകോട്ടയിൽ നടത്തിയത്. ഭരണിക്കാവ് CK സ്മാരക ഹാളിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ലേബർ കോഡിനെതിരെ യോജിച്ച പോരാട്ടം അനിവാര്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസം തൊഴിൽ മന്ത്രിമാരുടെ യോഗം വിളിച്ചു കേന്ദ്ര BJP സർക്കാർ. നമ്മുടെ സംസ്ഥാനത്തിൽ നിന്നും ബിന്ദു കൃഷ്ണ ആ യോഗത്തിൽ പങ്കെടുത്തു. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുകയാണ്, നിർബന്ധമായും ലേബർ കോഡ് നടപ്പാക്കണം. ലേബർ കോഡ് എന്ന് പറഞ്ഞാൽ എന്താ? തൊഴിലാളികൾക്ക് മിനിമം കൂലി എന്ന വ്യവസ്ഥയില്ല. മുമ്പത് ഉണ്ടായിരുന്നു മിനിമം വേജസ് ആക്ട്. തൊഴിലാളികളുടെ പ്രതിനിധിയും മുതലാളിയുടെ പ്രതിനിധിയും തൊഴിൽ വകുപ്പിന്റെ പ്രതിനിധികളും ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള മിനിമം വേജസ് കമ്മിറ്റി യോഗം ചേർന്ന് ഓരോ തൊഴിൽ മേഖലയിലും തൊഴിലാളികളുടെ കൂലി പുതുക്കി നിശ്ചയിക്കും. വേരിയബിൾ DA എന്ന് പറഞ്ഞാൽ വിലക്കയറ്റത്തിന്റെ തോതനുസരിച്ച് ക്ഷാമബത്ത നൽകാൻ കഴിയും വിധത്തിലാണ് തൊഴിലാളികളുടെ കൂലി നിർണയിക്കുന്നത്. CPIM കുന്നത്തൂർ ഏരിയ സെക്രട്ടറി TR ശങ്കരപിള്ള അധ്യക്ഷത വഹിച്ചു. K സനൽകുമാർ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി S സുദേവൻ, ജില്ലാ കമ്മിറ്റി അംഗം PK ഗോപൻ, KK രവികുമാർ, N യശ്പാൽ, S ശശികുമാർ, S സത്യൻ, K ശോഭന തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തിയ കശുവണ്ടി തൊഴിലാളികളുടെ മക്കൾക്ക് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ എൻഡോമെന്റുകളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.